ബസ് ഇടിക്കാതെ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടമൊഴിവായത് ഡ്രൈവറുടെ സമയോചിത ഇടപെടലിലൂടെയാണ്. കുട്ടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഏതാനും ആഴ്ച മുൻപ് സമാനമായൊരു ദൃശ്യം കണ്ടതിപ്പോൾ ഓർമ്മ വരികയാണ്. അവിടെ കുഞ്ഞ് കാർ ഇടിച്ച് വീഴുന്നുണ്ട്, പക്ഷേ അപകടമൊന്നും പറ്റിയില്ല. ഇവിടെ ബസ് നിർത്തുന്നു, കുഞ്ഞ് പിറകിലേക്ക് പോകുന്നു. ശ്വാസം അടക്കി പിടിച്ചിട്ടെന്ന് മാത്രമേ നമുക്ക് ഈ ദൃശ്യം കാണാൻ കഴിയുന്നുള്ളൂ. തീർച്ചയായിട്ടും അനുജ, ഈ ദൃശ്യങ്ങൾ നമുക്ക് എന്താ പറയാ, അങ്ങനെ നെഞ്ഞിടിക്കുന്ന ഒരു ആദിയോടുകൂടി മാത്രമേ കണ്ടു തീർക്കാൻ കഴിയൂ. ഇത് സംഭവിക്കുന്നത് 30-നാണ്, മിനിഞ്ഞാന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊടിയത്തൂരിലാണ്, കോഴിക്കോട് കൊടിയത്തൂരിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ഈ ദൃശ്യം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ആ ബസ് ഡ്രൈവറെയാണ്. അയാളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ, അയാളുടെ കൃത്യമായിട്ടുള്ള മനോധൈര്യം, ഇതിനൊക്കെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. സംഭവിച്ചത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്തിനോട് ചേർന്ന ഒരു ആശുപത്രി ഉണ്ട്. ആ ആശുപത്രിയിലേക്ക് മാതാവിനൊപ്പം വരികയായിരുന്നു ഈ പിഞ്ചു കുഞ്ഞ്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പണം നൽകാനോ മറ്റോ അമ്മ അവിടെ നിൽക്കുമ്പോൾ അമ്മയുടെ കൈ വിട്ടുകൊണ്ട് ഈ കുട്ടി റോഡിലേക്ക് ഓടുകയാണ്. ആ സമയത്താണ് പുറകുവശത്ത് നിന്ന് വരികയായിരുന്നു, ഒരു കാരണവശാൽ ആ കുട്ടി കാണാൻ പോലുമുള്ള സാധ്യതയില്ല, പുറകുവശത്ത് നിന്ന് വരികയായിരുന്ന ബസ് ഒരുപക്ഷെ കുട്ടിയെ ഇടിച്ചു എന്ന് തന്നെ നമ്മൾ കരുതുന്ന തരത്തിലേക്ക് പോവുകയും വളരെ വിദഗ്ധമായ ബസ് വെട്ടിച്ചതിനാൽ മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. നമ്മളിത് കാണുമ്പോൾ നമുക്ക് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അത് കണ്ടു തീർക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു പോറൽ പോലും കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷെ ആ രക്ഷപ്പെടൽ തീർച്ചയായും തലനാരിഴക്കാണ്. അത്ഭുതകരമാണ് ആ രക്ഷപ്പെടൽ എന്ന് പറയാതെ വയ്യ. തീർച്ചയായിട്ടും രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധ, കരുതൽ, അത് കുട്ടികളുടെ കാര്യത്തിൽ വേണം എന്നുള്ളതാണ്. ഒരുപക്ഷെ റോഡിലേക്ക് ഇത്ര ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ അവർക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇതിലൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് കൊടിയത്തൂരിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ സംഭവത്തിന് ശേഷം ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ പിന്നീട് ബസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളാണ് അത്ര. അപ്പോൾ വലിയ പേടി ഇതിന് പിന്നാലെ ഉണ്ടാവുകയും അദ്ദേഹം ഈ ബസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്, താങ്കളൊരു മികച്ച ഡ്രൈവറാണ്. റോഡിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷേ അതിൽ താങ്കൾ എടുത്ത സമയോചിതമായിട്ടുള്ള ഇടപെടൽ, താങ്കളുടെ മനോധൈര്യം, അത് മാത്രമാണ് ആ കുഞ്ഞിനെ രക്ഷിച്ചത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപകടത്തിൽ പെടേണ്ടത്, നമ്മളൊക്കെ ഒരു കണ്ണീർ നോവായി മാറേണ്ടതായിരുന്നു ആ കാഴ്ച. പക്ഷേ അത്ഭുതകരമായിട്ടുള്ള ആ ഡ്രൈവറുടെ ഇടപെടലാണ് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. കൊടിയത്തൂരിൽ വെച്ച് മിനിഞ്ഞാന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയാണ് വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയത്. ആ സമയം മുതൽ ആളുകളൊക്കെ തന്നെ ആ ഡ്രൈവറെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മനോധൈര്യത്തെ പ്രശംസിക്കുകയാണ്. പക്ഷെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ബസ് ഓടിച്ച ഡ്രൈവർ പിന്നീട് ബസ്സിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നും അദ്ദേഹം ബസ്സിൽ എത്തിയിട്ടില്ല. തനിക്ക് ബസ് എടുക്കാൻ ഒരു ധൈര്യക്കുറവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടൽ കണ്ട് അതിന്റെ ഒരു ഞെട്ടലിൽ നിൽക്കുകയാണ് ഇത് കണ്ട ആളുകളെല്ലാം തന്നെ. അനുജ, അതായത് ഇതിപ്പോ 2ാമത്തെ സംഭവമാണ് ഈ അടുത്തടുത്ത ദിവസങ്ങളിലായി ഉണ്ടാകുന്നത്. കൂടെയുള്ളവർ അല്ലെങ്കിൽ രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ആ ഡ്രൈവർ, അദ്ദേഹത്തിന് ഒരു ഷോക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അതിൽ നിന്ന് അദ്ദേഹം വളരെ വേഗം തന്നെ മുക്തനാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.